ഒരിക്കൽ ബ്രഹ്മാവിന്റെ പുത്രന്മാരായ സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ എന്നിവർ വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിനെ കാണാനെത്തി. വൈകുണ്ഠത്തിലെ 7 കവാടങ്ങളിൽ 6ഉം യാതൊരു തടസ്സവുമില്ലാതെ കടന്നുപോയ ബ്രഹ്മപുത്രന്മാരെ 7ാം കവാടത്തിൽ ദ്വാരപാലകരായ ജയവിജയന്മാർ തടയുകയും കാണാൻ കുട്ടികളെ പോലെയുള്ള കുമാരന്മാരെ അവരുടെ ആകാരഭംഗി പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്തു. ഭക്തന്മാരെ യാതൊരു വേർതിരിവുമില്ലാതെ പരിപാലിക്കുന്ന മഹാവിഷ്ണുവിന്റെ ദ്വാരപാലകരുടെ ഈ പ്രവൃത്തിയിൽ രോക്ഷാകുലരായ കുമാരന്മാർ ജയവിജയന്മാരെ 3 ജന്മങ്ങൾ ഭൂമിയിൽ കാമം, ക്രോധം, അത്യാഗ്രഹം എന്നിങ്ങനെയുള്ള 3 തമോ ഗുണങ്ങളാൽ നിറഞ്ഞ ജന്മമെടുക്കട്ടെ എന്ന് ശപിച്ചു. ഇതറിഞ്ഞ മഹാവിഷ്ണു പരിവാരസമേതം വന്ന് കുമാരന്മാരുടെ ക്രോധം ശമിപ്പിക്കുകയും അവർക്ക് തന്നെ പാദപൂജ ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. വിഷണരായി നിൽക്കുന്ന ജയവിജയന്മാരെ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ അവർക്ക് ശാപമോക്ഷം നൽകാനായി അവതരിക്കുമെന്ന് ആശ്വസിപ്പിച്ച് ഭൂമിയിലേക്ക് അയച്ചു. അവർ സത്യയുഗത്തിൽ ഋഷി കശ്യപന്റെയും ദിതിയുടെയും പുത്രന്മാരായി അവതരിച്ചു. അവരിൽ ഹിരണ്യാക്ഷൻ വരാഹ അവതാരത്താലും ഹിരണ്യകശിപു നരസിംഹ അവതാര നിമിത്തവും മോക്ഷം നേടി. ത്രേതായുഗത്തിൽ 2ാം ജന്മത്തിൽ രാവണനും കുംഭകർണനുമായി ജനിച്ച അവർക്ക് രാമാവതാരം മോക്ഷം നൽകി. ദ്വാപരയുഗത്തിൽ ശിശുപാലനും ദന്തവക്രനുമായി ജനിച്ച ജയവിജയന്മാർക്ക് കൃഷ്ണാവതാരം മോക്ഷം നൽകുകയും ചെയ്തു. അങ്ങനെ പൂർണ്ണ ശാപമുക്തി നേടി അവർ വൈകുണ്ഠത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തുവെന്നാണ് കഥ.